പാതയായി അകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപദ്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദുകല ചുറ്റിലും കനകപാരിജാതമലർ തൂകും. ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. കാമമോഹിനികൾ നിന്നെ എൻ ഹൃദയ കാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുഷയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി താങ്ക് യു. പാറുണ്ണക്കുട്ടി എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് കൂടുതൽ പറയാനറിയില്ല, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓക്കെ, സായി ചേച്ചി. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. സോങ് സെലക്ഷൻ Thank you. നല്ലൊരു സോങ് ആണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ഹൈ പോകുന്ന പോർഷൻസിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് പാടുന്നത് പോലെ ചടഞ്ഞിട്ടാണ് എനിക്ക് അല്ല, ഒരു നോട്ട് കുറക്കായിരുന്നു. സിമ്പിളാണ്. അതെന്താ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ആക്ച്വലി കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ചിലേക്ക് ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യാം. ആസ് ലോങ് ആസ് ആ സോങ്ങിന്റെ ഭംഗിനെ മാറ്റാത്തടത്തോളം ആക്ച്വലി യു ക്യാൻ ആക്ച്വലി ടാമ്പർ ദ പിച്ച് എ ലിറ്റിൽ ബിറ്റ്. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ റേഞ്ച്, വോക്കൽ റേഞ്ച് ദൈവം കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണത്. അപ്പോൾ അത് മാറ്റുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു നോട്ട് കുറക്കായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ചും കൂടി പാട്ട് നമുക്ക് കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യാനുണ്ട്. നമ്മൾ ലിസൺ ചെയ്യുന്നതോടൊപ്പം തന്നെ പല പല ഏരിയാസും നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് പാടാം. കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് വിഷസ് പാർവണ. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ. പാർവണ മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ.
ഒരു കാലഘട്ടത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പോഴും എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ കുറച്ച് വാക്കുകളാണ് എഴുതി വെച്ചത്. എന്നുവെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ള വേർഷൻ ദാസാറിൻ്റെ വേർഷനാണ്. അതാണ് ഒരു പക്ഷേ എല്ലാ മലയാളികളും കേട്ട് പഴകിയിരിക്കുന്ന ഒരു വേർഷൻ. നല്ലതാണ് നമ്മൾ വേറെ വേർഷൻ പഠിക്കുന്നത്. പക്ഷേ ഫൈനലി നമുക്കും എന്താ പറയുക, പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏതായിരിക്കും നല്ലതെന്നൊക്കെ ഉള്ള ഒരു ചോയ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നഗ്നപാതയായ ഒന്ന് പാടാമോ ഇത്? നഗ്നപാതയായി അകത്തു വരൂ. ഓക്കെ, എനിക്കൊന്നു ഇത് ഫീമെയിൽ വേർഷനാണ്, അപ്പോൾ അതങ്ങനെ ആയിരിക്കണം. പിന്നെ ദേവസുന്ദരികൾ അതൊന്ന് പാടാമോ? ദേവസുന്ദരികൾ കൺകളിൽ ഓക്കെ. പ്രണയദാഹമോടെ നടമാടും. ഓക്കെ, ഇപ്പം ഇന്ന് സ്ട്രെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പം മോൾ അന്ന് പാടി പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോൾ ആ പിച്ച് ഓക്കെ ആയിരുന്നെങ്കിലും കയറുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാടി നോക്കുക. ഡിഫിക്കൽട്ടാണെന്ന് കാണുമ്പം അവിടെ പോയി ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, എനിക്ക് ചേട്ടാ ഒരു അര സ്കെയിൽ, ഒരു സെമി ടോൺ അല്ലെങ്കിൽ ഒരു ഫുൾ ടോൺ കുറച്ചാലും കുഴപ്പമില്ല. അത് മാത്രമേ ഉള്ളൂ. അപ്പം നൈസ് സിംഗിങ്. എനിവേ അത് വേറൊരു വേർഷൻ പാടിയതിനും താങ്ക്സ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേട്ടാ. ഷാനിക്ക പാർവണ എന്തു സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അഗൈൻ ഇവർ പറഞ്ഞ പോലെ ഞാൻ ദാസർ പാടിയ വേർഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇതൊരു ഭയങ്കര ഷിഫ്റ്റ് മാത്രം ഒന്ന് നോട്ടീസ് ചെയ്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊരു ഫുൾ നോട്ട് കുറച്ചിട്ട് ആ ഹൈ പോർഷൻ ഒന്ന് കേൾക്കണം. പക്ഷെ മോളിപ്പോൾ സ്ട്രെയിൻ എടുക്കണ്ട. മോളിപ്പോൾ ഒച്ച ആക്ച്വലി അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുമോ? മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ നോട്ട് കുറച്ചിട്ട് ആ ഹൈ പോർഷൻ ഒന്ന് പാടും. സെമി അല്ല, ഒരു ഫുൾ നോട്ട് തന്നെ കുറയ്ക്കാം. ചൈത്രപദ്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായി അകത്തു വരൂ. വെരി ഗുഡ്. മച്ച് ബെറ്റർ. ആക്ച്വലി ഈവൻ ഈ ഒരു മിഡ് റേഞ്ചിലുള്ള മോളുടെ ടോൺ ഓൾസോ ഇസ് സൗണ്ടിങ് വെരി ഗുഡ്. അല്ലേ? ആ ടോണാലിറ്റി കംപ്ലീറ്റ് മാറി, ആ റേഞ്ച് മാറ്റിയപ്പോഴാണ്. ഇപ്പം ആർക്കാണ് ഇവിടെ നഷ്ടം? എനിക്ക് പക്ഷെ ഇതിപ്പോ രണ്ടാമത്തെ പാട്ടൊക്കെ ആയതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. കുട്ടാ നെക്സ്റ്റ് നമ്മൾ പൊളിക്കും. ഓക്കെ, ബൈ.